Hi guys, welcome back to my YouTube channel. So this is ഒരു വെറുതെ ഇരിക്കുന്ന ദിവസത്തെ വ്ളോഗ്. എനിക്ക് കടയിൽ പോയപ്പോൾ ഐ സോ ദിസ് പാക്കറ്റ് ഓഫ് പാലട. അത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ പായസം ഉണ്ടാക്കാൻ തോന്നി. എനിക്ക് വലിയ പായസം വെച്ച് പരിചയമൊന്നുമില്ല. ഇതിങ്ങനെ പകുതി പൊട്ടിച്ചിരിക്കണ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് വൈ നോട്ട് മേക്ക് എ പായസം. അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിൽ കയറി. ഫൺ ഫാക്ട്, എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയില്ല. എൻ്റെ ആദ്യത്തെ പായസമാണത്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ ടേൺ ഔട്ട്. ദാറ്റ്സ് വൈ ഐ മേക്കിംഗ് എ വീഡിയോ ഓഫ് ഇറ്റ്. സോ യാ, ലെറ്റ്സ് ഗോ മേക്ക് സം യമ്മി പായസം. ദിസ് ഈസ് മൈ കുഴപ്പമില്ലാത്ത അടുക്കള. ഡോണ്ട് സീ അറൗണ്ട് ദ മെസ്. സോ ദിസ് ഈസ് ചട്ടി. ചട്ടി ഏതല്ലോ ഇതിനെന്താ പറയുക? അയ്യോ, this is the urli in which I am going to make the payasam. So ഇതിനെ ഉണ്ടാക്കാൻ എനിക്ക് No! God, please, no! 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 Okay, so പായസം ഉണ്ടാക്കാൻ എൻ്റെ ഈ സാധനമുണ്ട്, which is the palada thing. Yeah. Then I have like 2 packets of പാൽ. So എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ പാലട വെള്ളത്തിൽ മുക്കി വയ്ക്കണമെന്നാണ്. ഐ മീൻ വെള്ളത്തിലിട്ട് വെക്കണം. സോ അത് ആദ്യം ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് പാല് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. സോ അവിടെ വെള്ളം നിറയുന്നുണ്ട്. സോ ഇഫ് യു ആസ്ക് മീ വൈ ഐ ഫീൽ ടു ഡ്രിങ്ക് പായസം റൈറ്റ് നൗ ഇസ് ബിക്കോസ് നൗ ഇറ്റ്സ് ക്രിസ്മസ്. ഇനി കുറച്ച് കാലത്തേക്കൊന്നും പായസം തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല തിരിഞ്ഞ് നോക്കിയിട്ട്. പോലെ തന്നെ ലാസ്റ്റ് പായസം കുടിച്ചത് ഓണത്തിനായിരുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമായി. അപ്പോൾ സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ഐ റിയലി ക്രേവ്ഡ് ഫോർ പായസം. സോ ഐ തോട്ട് ഉണ്ടാക്കി കുടിക്കാമെന്ന്. സോ ഇനി ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വരാം. സോ ഇത് വെള്ളം നമ്മൾ അട മുക്കി വയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഉരുളിയിലോട്ട് പാലൊഴിച്ചു. പാൽ ഇസ് ദ വൈറ്റ് തിങ് ഓൺ ദ ടോപ്പ്. അവിടെ പോയി ക്യാമറ സെറ്റ് ചെയ്യാനുള്ള കഴിവല്ല, അവിടെ സ്പേസ് ഇല്ല, ഇരിക്കുന്നില്ല ക്യാമറ. അതിൻ്റെ ട്രൈപോഡ്സ് തന്നെ എന്തോ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ യാ, ദാറ്റ്സ് ദ മിൽക്ക് ഇൻസൈഡ് ദ ഉരുളി. സോ ഈ വെള്ളം തിളക്കുന്നുണ്ട്. സോ ഇതും ഐ മീൻ ഇതുപോലെ നമ്മൾ ഈ സാധനം വെള്ളത്തിലേക്ക് ഇടണം. ആൻഡ് ഐ ഷുഡ് ലൈറ്റ് ഇറ്റ് സെറ്റ് ഫോർ ലൈക്ക് മേ ബി 5-10 minutes അൺടിൽ ദിസ് തിങ് വലുതായി വരുന്നവരെ. എന്നിട്ട് നമ്മൾ ഇത് കുറുകി വരുമ്പോൾ നമ്മൾ ഈ സാധനം ഇതിലേക്ക് എടുത്തിടുന്നു. യാ, ഡോണ്ട് ടെസ്റ്റ് ദിസ് അറ്റ് യുവർ ഹൗസ്. ഐ ഹാവ് ഓൾവേസ് ഹേർഡ് മൈ മോം സെയിങ് പാൽ ഇളക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ഇളക്കിയില്ലെങ്കിൽ അത് പിരിയും, ലൈക്ക് പാല് പിരിയും. സോ മേക്ക് ഷുർ യു റൊട്ടേറ്റ് ടു വൺ സൈഡ്, ലൈക്ക് കറക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയാൽ യു ഗെറ്റ് തൈര് പായസം. മേക്ക് ദ നോട്ട്. തൈര് പായസം ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു, ബട്ട് മേക്ക് ഷുർ യു ഡോണ്ട് ഡു ദാറ്റ്. 2 hours later. So right now it smells all milky because it's milk. Yeah, it smells all milky. അപ്പുറത്ത് നമ്മുടെ വെള്ളം പോയാവുന്നുണ്ട്. പാലട തിങ് ടു ദ വെള്ളത്തിലോട്ട് let me mix that. സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചു, ബോയിലാക്കോട്ടെ വെച്ചു. ബിക്കോസ് പാല് ഒരുവിധം തിളച്ച് വരുന്നുണ്ട്. സോ ഐ തോട്ട് ദിസ് തിങ് ഷുഡ് കുക്ക് റിയലി ഫാസ്റ്റ്. അപ്പം അട പെട്ടെന്ന് വേവാൻ വേണ്ടി ഐ പുട്ടിങ് ഇറ്റ് ഓൺ ലൈക്ക് ഫയർ. തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയല്ല ചെയ്യുന്നത്. ഒരുവിധം കുക്കായി നല്ല പ്ലിങ്. ഐ മീൻ ലൈക്ക് ഇറ്റ്സ് ഇൻ ദ കുക്ക്ഡ് കൺസിസ്റ്റൻസി റൈറ്റ് നൗ. അപ്പം എനിക്ക് മനസ്സിലായി പാല് കുറവാണ്. അപ്പോൾ അത് തിളച്ചു. പക്ഷേ ഈ അട കൂടുതലാണ്. സോ ഐ എം പ്ലാനിങ് ടു പുട്ട് 1 more packet of milk in this. അടയുടെ സാധനം ഇതിലോട്ട് ഇട്ടു. ബിക്കോസ് തിളച്ച് പൊന്തിപ്പോൾ എനിക്ക് പേടിയായി. ഐ ഗോട്ട് സ്കെയർഡ്. സോ ഐ ജസ്റ്റ് ഈ സാധനം ഇതിലോട്ട് ഇട്ടു. കൈൻഡ് ഓഫ് ലുക്ക് ലൈക്ക് പായസം. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് പായസം. ലെറ്റ്സ് സീ. ഇനി ഇത് കാരമലൈസ് ചെയ്യാനുണ്ട്. ലെറ്റ് മീ ഗോ ഡു ദാറ്റ്. കുറച്ച് ഷുഗർ എടുത്ത്
ഇത് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഡോണ്ട് മേക്ക് ഷുവർ ഇത് ഫ്രൈ ആയി കരിയത്തില്ല എന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് മെൽട്ടായി വരും, കാരമലൈസ് ആയി വരും. അറിയപ്പുള്ളി സോ ഇതിനി നമുക്ക് ഇളക്കി മിക്സാക്കി കാരമലൈസ് ചെയ്തെടുക്കണം. ഒപ്പം ഇത് തിളയ്ക്കണം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. നന്നായി കാരമലൈസായി വന്നിട്ടുണ്ട്. ഇതും നല്ലോണം ബോയിലായിട്ടുണ്ട്. സോ ലെറ്റ്സ് മിക്സ് ദിസ് ടു ദിസ്. ഫോൺ പായസത്തേക്ക് വീഴുന്ന ഒറ്റ പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത്. സോ നമുക്കിത് ആഡ് ചെയ്യാം. ഐ ഹോപ്പ് ഐ ഡോണ്ട് ഫക്ക് ഇറ്റ് അപ്പ്. ദിസ് ഇസ് ദ കാരമൽ. പൊട്ടിത്തെറി ഉണ്ടാവുന്ന എനിക്ക് വിശ്വാസം. ഓക്കെ വെച്ച് ഇപ്പോൾ ഇവിടെ വയ്ക്കാം. വെള്ളമൊന്നുമില്ല കപ്പായിട്ട്. സൈഡ് മാറി തിരിച്ചു. ആവശ്യത്തിന് ബ്രൗൺ ഷെയ്ഡുമായി നല്ല കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മെൽട്ടായി പോയിരിക്കും. ഇറ്റ്സ് ഓൾ ദറ്റ് ഷുഗർ തിങ്. സോ ഐ ഹോപ്പ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. നോക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട്. രണ്ടാൾക്കും ഒരു വലിയ പായസം വെച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ ഉറപ്പായിട്ടും അടിക്കും. ഇങ്ങനെ നമുക്ക് ടേസ്റ്റ് ബ്രൗൺ ക്രീമി പായസം പോലെ മണക്കുന്ന പായസം. I hope it's good. It's good. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. I made this. Let's see. It's good. It's really good. ആവശ്യം മധുരം കൂടിയെന്ന് ആ ബ്രൗൺ കളർ കൂടുതൽ കണ്ടപ്പോൾ. But bro, this is actually good. I love it. I got too excited. So ഞാൻ അമ്മയ്ക്ക് ഇത് ലഞ്ച് ബോക്സിലാക്കി ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ. ഞാൻ ഡ്രസ്സ് മാറി. So let's go get this to my mom and listen to her review about it. Yeah, so this is my സ്കൂളിൽ കൊണ്ടുപോകാൻ മേടിച്ചിരുന്ന ലഞ്ച് ബോക്സ്. ഇറ്റ്സ് spill proof to a point. Okay, let's go. ഗസ് ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് എന്താണ് ഗസ് ചെയ്യാൻ പറ്റുമോ? മണത്തൊക്കെ നോക്കണം എന്തിനാ? പായസാണോ? മണത്തൊക്കെ നോക്കണം എന്തിനാ? നോക്കിയൊക്കെ. കുറച്ച് സ്പില്ലായി. അമ്മയുടെ റിയാക്ഷൻ കണ്ടല്ലോ. ഇറ്റ്സ് യമ്മി. ഇനിയിപ്പോൾ ഞാനും കഴിക്കാൻ പോവാ. ഞാൻ കഴിച്ചിട്ട് അങ്ങനെ പാസ് എ ഗുഡ് സ്ലീപ്പ്. ഉറങ്ങാനുള്ള അത്ര മധുരം ഉണ്ട് ഇതിലിരിക്കും. നല്ല മധുരം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇറ്റ് ലുക്സ് ബ്രൗൺ റൈറ്റ് നൗ. കാണിച്ചു തരാം. ഇരുന്നിട്ട് ഇത് വെള്ളം വറ്റി ചെറുതായിട്ട്, ഐ മീൻ പാല് വറ്റി ചെറുതായിട്ട്. ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ് ലുക്കിംഗ്. ബാഗിൽ ഞാൻ 3 പാക്കറ്റ് പാല് ഒഴിച്ചതിൽ പണി പാളിയനെ. സോ yeah, let me drink some. But that's it. That's it. This thing is too good. Do check out the caramelizing method.
യു വുഡ് ലവ് ഇറ്റ്. മറ്റേ ഓണത്തിനൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന ഫ്ലേവർ ഉറപ്പായിട്ടും കിട്ടും. സോ ഡു ചെക്ക് ഔട്ട് ദ പായസം, ദ തട്ടിക്കൂട്ട് പായസം ഐ മെയ്ഡ്. ഇറ്റ് ടേക്സ് ലൈക്ക് 1 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ ഉണ്ടാക്കാൻ, 1 മണിക്കൂർ എടുക്കും ഉണ്ടാക്കാൻ. പക്ഷേ ഇറ്റ്സ് യമ്മി, ഇറ്റ്സ് റിയലി യമ്മി. ഇഫ് യു ഹാവ് നെവർ മെയ്ഡ് പായസം ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. So that's it. See you on my next vlog.